ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. നോക്കുക, നമ്മുടെ അശ്വന്ത് കോക്കിൻ്റെ നാറിത്തരം. അതായത് നമ്മുടെ ദിലീപിൻ്റെ പുതിയൊരു പടം ഇറങ്ങുകയാണ്, ദ പ്രിൻസ് ആൻഡ് ഫാമിലി. അതായത് പടം കണ്ടവരെല്ലാവരും പറയുന്നത് നല്ല പടമാണ്. ഞാനടക്കം ഇന്നലെ പോയി പടം കണ്ടു. അതായത് ഫസ്റ്റ് ഹാഫ് ചെറിയ രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് വേറെ ലെവലാണ്. പക്ഷേ അശ്വന്ത് കോക്ക് എന്താണ് റിവ്യൂ ഇട്ടതെന്നാണ് എനിക്കറിയാത്തത്. അപ്പോൾ അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ ഇവിടെ സൈഡിൽ വെച്ചുകൊണ്ട് അശ്വന്ത് കോക്കിനുള്ള ചുട്ട മറുപടിയാണ് ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. ആദ്യം അശ്വന്ത് കോക്കിനോട് ഒരൊറ്റ ചോദ്യം ചോദിക്കുകയാണ്. എടാ കോക്കെ, നിനക്ക് വയസ്സെത്രയായി? നിൻ്റെ ഈ മുഖം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കുറഞ്ഞതൊരു 45-50 വയസ്സെങ്കിലും നിനക്കായി. അപ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നിൻ്റെ ആസ്വാദനവും ഞങ്ങളെപ്പോലെയുള്ള ന്യൂ ജനറേഷൻ പിള്ളേരുടെ ആസ്വാദനവും രണ്ടും ഡിഫറൻ്റാണ്. അതായത് നീ അങ്ങ് കിളവനായി കഴിഞ്ഞു, നിനക്കിഷ്ടപ്പെടുന്ന സിനിമ നിലവിൽ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കോക്കെ? അതായത് നെഗറ്റീവിൻ്റെ ഉസ്താദാണ്. ഒരു 20 പടം ഇറങ്ങിയാൽ ഒരെണ്ണം മാത്രമേ ഇങ്ങേർക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. എന്താണ് എനിക്ക് ഇവനോട് പറയാനുള്ളത്? നീ ഒരു പടമിറക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, ലോകത്തിന് തന്നെ ഇഷ്ടപ്പെടുന്ന, നിനക്കറിയുമല്ലോ പടം എങ്ങനെയാണ് ഇറക്കേണ്ടതൊക്കെ. അപ്പോൾ ആ രീതിയിൽ നീ ഒരു പടം ഇറക്കി താക്കോക്കെ, അതിനുശേഷം ഞങ്ങൾ കാണാം. ഓക്കെ, ഏതായാലും ഈ കിളവൻ അതിന് പറഞ്ഞ നെഗറ്റീവ് പറഞ്ഞ ഭാഗം ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം കിളവന് മികച്ച രീതിയിൽ, മാന്യമായ രീതിയിൽ ചുട്ട മറുപടിയും കൊടുക്കാനുണ്ട്. ഓക്കെ, ആയിക്കോട്ടെ. ദിലീപ് സിനിമ വരുമ്പം മാത്രം കാണുന്ന ചില ഈ കാലഹരണപ്പെട്ട കോമഡികളും പരിപാടികളും ഡയലോഗ്സും എന്താ അതിൻ്റെ ഏറും കളിയാണ് ഈ സിനിമയ്ക്കകത്ത്, ഏറും കളി. അങ്ങനെ പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപേട്ടൻ്റെ സിനിമകളിലെ പല കോമഡി സീൻസും അദ്ദേഹം തന്നെ കൈന്നിടുന്നതും അതുപോലെ തന്നെ ചില ഡയലോഗ്സൊക്കെ അദ്ദേഹം പറയുന്നതാണെന്ന് തോന്നുന്നു. ഇതിൽ തന്നെ സിദ്ദിഖിൻ്റെ പല ഡയലോഗ്സും കേട്ടപ്പോൾ ദിലീപേട്ടൻ കൈൻഡ് ഓഫ് ഡയലോഗ്സാണ്. അപ്പോൾ അങ്ങനെയാണ് പരിപാടി. ഈ സിനിമയുടെ ആദ്യത്തെ സീനിൽ തന്നെ കാര്യം മനസ്സിലായി. എന്തോ കുറേ കിളവന്മാരൊക്കെ വന്നിട്ട് വെറുപ്പിക്കൽ. ഈ ദിലീപിൻ്റെ സിനിമകൾ മാത്രം കാണുന്ന അങ്ങനെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കോമഡി പറയാൻ വേണ്ടി വരുന്ന കുറേ കിളവന്മാർ, ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നു എന്തോ. എന്നിട്ട് ഒരു എൻ്റെ പൊന്നു കോക്കെ, നീ കിളവനെന്ന് പറയുമ്പോൾ നീ ആരാ? നിനക്കെത്ര വയസ്സ്? 10-12? അതായത് ഇവൻ പറയുകയാണ് ദിലീപിൻ്റെ സിനിമയിൽ ഇഷ്ടം പോലെ കിളവന്മാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്, എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ. ആദ്യം ഒരു കാര്യം പറയുകയാണ്, ലോകത്തിലിറങ്ങുന്ന സിനിമയിൽ കിളവന്മാരില്ലേ? അതായത് നമുക്കറിയാം ദിലീപ്, ഞാൻ ഒരൊറ്റ കാര്യം പറയുകയാണ്, ഇപ്പോൾ ദുനിയാവിൽ നടക്കുന്ന കാര്യം, ഈ കേരളത്തായാലും ഇന്ത്യയിലായാലും എവിടെയായാലും നടക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പരാജയപ്പെട്ട ആൾക്കാരെ വീണ്ടും പരാജയപ്പെടുത്തുക എന്നതാണ്. ഈ അടുത്തായിട്ട് നമ്മുടെ ദിലീപ് ഏറ്റവും കൂടുതൽ പ്രശ്നം, നമുക്കൊക്കെ അറിയാം, നടിയെ ആക്രമിച്ച കേസ്. അത് റിയൽ ആണോ, ഉള്ളതാണോ, ഇല്ലാത്തതാണോ, അതൊക്കെ കോടതിക്ക് വിട്ടതാണ്, പോലീസിന് വിട്ടതാണ്. എന്തായാലും ദിലീപ് നടിയെ ആക്രമിച്ച കേസിൽ വലിയൊരു കേസിൽ പെട്ടിരിക്കുകയാണ്. മുമ്പത്തെ ഒരു ഹൈപ്പ് ദിലീപിന് നിലവിൽ കിട്ടുന്നില്ല. ദിലീപ് ഈ അടുത്തായിട്ട് എടുത്ത പടങ്ങളൊക്കെ പൊട്ടുകയാണ്. അപ്പോൾ അയാളൊരു പരാജിതനാണ് നിലവിലെ അവസ്ഥയിൽ. അതുപോലെ പരാജയപ്പെട്ടവരെ വീണ്ടും പരാജയപ്പെടുത്തുക എന്നതാണ് ഈ കാലത്തിൻ്റെ ഒരു ഉദാഹരണം, ഈ അശ്വന്ത് കോക്കിനെ പോലെയുള്ളവർ. അപ്പോൾ അശ്വന്ത് കോക്ക് എന്താണ് വിചാരിച്ചത്? ദിലീപിനെ പോലെ ഒരാളെ വെറുതെ നെഗറ്റീവ് പറഞ്ഞാൽ എനിക്ക് നല്ല കമൻറ്റ് വരും, വ്യൂസ് കൂടും, ഇങ്ങനെയാണ് അശ്വന്ത് കോക്ക് വിചാരിച്ചത്. പക്ഷേ അശ്വന്ത് കോക്കിന് തെറ്റുപറ്റി. കാരണം നിലവിലൊന്നും കാണാത്ത നെഗറ്റീവ് കമൻ്റാണ് അശ്വന്ത് കോക്കിന് വരുന്നത്. അതായത് അശ്വന്ത് കോക്ക് ഏത് പടത്തിനായാലും എത്ര നെഗറ്റീവ് പറഞ്ഞാലും, നിലവിൽ എമ്പുരാൻ പടം ഇറങ്ങി അതിന് നല്ല രീതിയിൽ നെഗറ്റീവ് പറഞ്ഞു, പക്ഷേ അതിന് കമൻ്റ് ഉണ്ടായിരുന്നു, അശ്വന്ത് ഓക്കെ നീ പറഞ്ഞത് ശരിയാണെന്നൊക്കെ പറഞ്ഞ്. ഈ ഒരു ദ പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് നെഗറ്റീവ് പറഞ്ഞപ്പോൾ അശ്വന്ത് കോക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ അശ്വന്ത് കോക്കിന് സപ്പോർട്ട് അടിച്ച എല്ലാവരും അശ്വന്ത് കോക്കിനെതിരെ തിരിയാൻ തുടങ്ങുകയാണ്. അതായത് ഞാൻ ആദ്യത്തെ 3 കമൻറ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. അതിലുള്ളത് മൊത്തം നെഗറ്റീവാണ്. കുറേ കമൻ്റ് ഒന്നും നമുക്ക് വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ആദ്യ 3 കമൻറ്റ് ഞാനിവിടെ സൈഡിൽ വെച്ച് തരാം. നോക്കുക. നല്ല പടങ്ങൾ നശിപ്പിക്കുക, റിവ്യൂ കോപ്പ് എന്നൊക്കെ പറഞ്ഞ് എന്തൊരു ക്ലിയറാണ്. അതായത് ഞാൻ ഇന്നലെ പോയി കണ്ട പടമാണ് ദ പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പോൾ
ഞാൻ ആദ്യം പറയുകയാണ് 1 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ സിനിമ കുറച്ച് ബോറടി എന്നല്ല, അതിൻ്റെ ഒരു മെയിൻ വിഷയത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു സ്റ്റെപ്പാണ്. പക്ഷേ അതിനുശേഷം വേറെ ലെവലാണ്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത കമൻറ്റ്, ഞാൻ 2025 കണ്ട ഏറ്റവും നല്ല പടം. നോക്കുക, അശ്വന്ത് കോക്കി എന്തൊക്കെ നെഗറ്റീവാണ് പറഞ്ഞത്. അതിനുശേഷം വന്ന കമൻറ്റ്, സൂപ്പർ മൂവിയാണ്, തിയേറ്ററിൽ പോയി പടം കാണാൻ ശ്രമിക്കും. അതിനൊക്കെ ലൈക്കുകളുണ്ട് ആ ഒരു കമൻറ്റിന് നോക്കി നിങ്ങൾ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒന്നെങ്കിൽ അശ്വന്ത് കോക്ക് ഇഷ്ടം പോലെ പൈസ മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കൊക്കെ അറിയാം നടിയെ ആക്രമിച്ച കേസ്, ആ നടിയും അശ്വന്ത് കോക്കും തമ്മിൽ എന്തോ ഒരു ടച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഇല്ലെങ്കിൽ വെറുതെ അശ്വന്ത് കോക്കിനെ ഞാൻ മുമ്പ് വിചാരിച്ചത് അദ്ദേഹം സത്യസന്ധനായ ഒരു റിവ്യൂവർ ആണ്, അതായത് ഉള്ളതുപോലെ പറയുന്ന ഒരാളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. നിലവിലെ അവസ്ഥയിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഒന്നെങ്കിൽ അശ്വന്ത് കോക്ക് ചോദിച്ച പൈസ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അശ്വന്ത് കോക്കിന് ദിലീപിനോട് എന്തോ ഒരു വൈരാഗ്യമുണ്ട്, ഇല്ലെങ്കിൽ ആരും ഇത്രമാത്രം നെഗറ്റീവ്, അതായത് അശ്വന്ത് കോക്ക് തുടങ്ങുന്ന 1 സെക്കൻഡ് മുതൽ അവസാനം വരെ നെഗറ്റീവ് മാത്രമാണ് അശ്വന്ത് കോക്ക് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം. ഈ പടം കണ്ട് പബ്ലിക്കിൻ്റെ ഒരു ഒപ്പീനിയൻ ആയിട്ടുള്ള ഒരാൾ, അതായത് തിയേറ്റർ റെസ്പോൺസ് പറയുന്ന ഒരാൾ പറഞ്ഞതും കൂടി നമുക്ക് കേട്ട് നോക്കാം. സാധാരണക്കാരായ ജനങ്ങൾ പറയുന്ന ഒരു വാക്കാണ്, അതും കൂടി കേട്ടുകൊണ്ട് നമുക്ക് വീണ്ടും കുറച്ചും കൂടി സംസാരിക്കാം. ഓക്കെ, പറയാൻ വാക്കുകളില്ല. ഇതിൽ ആദ്യത്തെ നല്ല ഒരു സല്യൂട്ട് കൊടുക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർക്കാണ്. കാരണം മലയാളം ഇടിയും ബ്ലഡിലേക്കും വേറൊരു കർണാടകയും മറ്റ് ബാക്കിയുള്ളവരുണ്ടാക്കുന്നത് പോലെ കുറേ ബ്ലഡ് ഷെല്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മലയാളത്തിൽ സിനിമ ഉണ്ടാക്കിക്കൊണ്ട് അതിലേക്ക് ഞങ്ങളെയൊക്കെ അഡിക്റ്റ് ചെയ്യുകയായിരുന്നു ഇതുവരെ ചെയ്തത്. പക്ഷേ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഒരു സിനിമ എങ്ങനെ കയറും എന്ന് പ്രിൻസ് ആൻഡ് ഫാമിലി പറഞ്ഞുതരും. കാരണം ആ ടൈറ്റിലുള്ളതുപോലെ തന്നെ ഫാമിലി ആയിട്ട് വന്ന് കാണേണ്ട ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു ഫാമിലി എൻ്റർടൈൻമെൻറ്റ്. ദിലീപേട്ടനെ ഇനിയെങ്കിലും ക്രൂശിക്കാതിരിക്കുക ആൾക്കാർ. കാരണം അത്രയ്ക്കും കഴിവുള്ള നടനാണ് അദ്ദേഹം, അത്രയ്ക്കും കഴിവുള്ള കുടുംബ പ്രേക്ഷകരുടെ പൾസ് അറിയുന്ന നടനാണ് അദ്ദേഹം. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈച്ച് ആൻഡ് എവരി വൺ. സിദ്ദിഖിനെ കുറിച്ചൊന്നും പറയാൻ വാക്കുകളില്ല. ആസ് എ ആക്ടർ എന്താണ്, പല സ്ഥലങ്ങളിലും കണ്ണു നിറഞ്ഞു, പല സ്ഥലങ്ങളിലും ചിരിച്ചു. എന്താ പറയുക, സ്റ്റണ്ടും അടിയും പിടിയും അതൊന്നല്ല ഇത്. ഇങ്ങനെയുള്ള ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് വന്ന മനുഷ്യനാണ്. എൻ്റെ ഫാമിലി, എൻ്റെ ഭാര്യ, എൻ്റെ മോനും പറയുന്നു എനിക്ക് ഈ പടം ഒരു പ്രാവശ്യം കൂടെ കാണണം എന്ന് എൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിൽ അതാണ് ഒരു സിനിമയുടെ വിജയം. അവരെ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഞാൻ അവരെ ഇന്ന് സമയമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഞാൻ കാണിക്കുകയും ചെയ്യും. അത്രയ്ക്ക് റിപ്പീറ്റ് വാല്യൂ ഉള്ള സോഷ്യൽ റെലവൻസ് ഉള്ള സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു സിനിമ. അതിനാദ്യം നോക്കുക, ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും പിള്ളേരും പറഞ്ഞത്രേ ഒന്നും കൂടി കാണണം. കാരണം അത് എനിക്കും തോന്നിയതാണ്, ഭയങ്കര ചൂടാണ്, അതുകൊണ്ടാണ് ആദ്യം ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, കാര്യത്തിലേക്ക് വരികയാണ്. ഞാനും ആ പടം കണ്ട ഒരാളാണ്. പക്ഷേ ഒരു 40 മിനിറ്റ് എന്തോ ഒന്ന് തോന്നിപ്പിച്ച സിനിമ ഒരു സുപ്രഭാതത്തിൽ 41-ാം മിനിറ്റിന് ശേഷം സിനിമ അങ്ങ് ചേഞ്ച് ആവുകയാണ്. അതിനുശേഷം ക്ലൈമാക്സ് ഒക്കെ അടുക്കുമ്പോൾ വേറെ ലെവലാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്, ഒന്നും കൂടി കാണണം. എങ്ങനെയാണ് അങ്ങനെയുള്ള സിനിമ ഇങ്ങനെയായത്? ആദ്യം ബോറടിപ്പിച്ചു, അവസാനം മികച്ച രീതിയിൽ വന്നത് എങ്ങനെയാണെന്ന് തോന്നിപ്പിച്ചു. അത് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത്. പക്ഷേ അശ്വന്ത് കോക്ക് എന്തുകൊണ്ടാണ് ഒരംശം പോലും പോസിറ്റീവ് പറയാത്തതാണ് എന്നെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചു. അതായത് ഒരു സിനിമ എന്ന് പറയുമ്പോൾ ദിലീപിനെ പോലത്തെ ഒരാളെന്ന് പറയുമ്പോൾ എത്രയോ കഷ്ടപ്പെട്ട്, അതായത് നമുക്കൊക്കെ അറിയാം ദിലീപ് എത്ര നെഗറ്റീവ് അടുത്തായിട്ട് ഇറങ്ങിയ പടങ്ങളൊക്കെ പൊട്ടുകയാണ്. ദിലീപിന് പേഴ്സണലി ആയ കേസുകളുണ്ട്, കുറേ പ്രശ്നങ്ങളാണ് ദിലീപിനുള്ളത്. അതുപോലെ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഇടയിൽ എങ്ങനെയെങ്കിലും എൻ്റെ ഒരു പടം വിജയിക്കണമെന്ന് കരുതി ആ ഒരു പടം സമൂഹത്തിന് മുമ്പിൽ മികച്ച രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ നെഗറ്റീവ് പറഞ്ഞ് ഇല്ലാതാക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അതായത് എല്ലാവരുടെ അതായത് ഞാൻ ഒറ്റ കാര്യം പറയുകയാണ്, സിനിമ കണ്ട 99% ആൾക്കാർ പറയുന്നത് നല്ല പടമാണ്, കാണാൻ പറ്റുന്ന പടമാണ്, മികച്ച ഒരു പടമാണ്, ദിലീപിൻ്റെ തിരിച്ചുവരവെന്നാണ്. പക്ഷെ റിവേഴ്സിൽ അശ്വന്ത് കോക്ക് പറയുന്നതും പിന്നെ ഷെസാം പറയുന്നതും ഈ മൂവി റിവേഴ്സ് ഉണ്ടല്ലോ, വെറുതെ പൈസ ഉണ്ടാക്കുന്ന നായ്ക്കൾ അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ്. അതായത് ആരോ കോടിക്കണക്കിന് രൂപ ചെലവിട്ടുണ്ടാക്കുന്ന പടം, അത് മോശമാണെങ്കിൽ മോശമെന്ന് പറയുക, പ്രശ്നമില്ല. അതും നല്ല പടത്തിനെ മോശമെന്ന് പറയുന്ന ഈ റിവ്യൂവേഴ്സ് ഉണ്ടല്ലോ, അവരോട് എനിക്ക് പറയാനുള്ളത് വേറെ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ? അതായത്
കോടിക്കണക്കിന് രൂപ ചെലവിട്ട് ദിവസം ചിലപ്പോൾ ഒരു വർഷത്തോളം കഷ്ടപ്പെട്ടാണ് ഒരു സിനിമ നമുക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവന്മാർ പറയുന്നത്, അതായത് അശ്വന്ത് കോക്കിനെ പോലെ മണ്ടന്മാർ പറയുന്നത് ഞങ്ങൾ പൈസ കൊടുത്താണ് കാണുന്നത്. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളത്, ഒരു സിനിമ ഇറക്കുമ്പോൾ ആരും പറയുന്നില്ല നിങ്ങൾ 150 രൂപ കൊടുത്ത് പടം കാണൂ, 200 രൂപ കൊടുത്ത് പടം കാണൂ എന്ന് ആരും പറയുന്നില്ല. ഏതെങ്കിലും ഒരു നായകൻ പറയുന്നുണ്ടോ നിർബന്ധമായിട്ടും ഈ പടം നിങ്ങൾ പൈസ കൊടുത്ത് കാണും? ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ 150 200 രൂപ കൊടുത്തിട്ട് ഒരു പടം കാണുന്നു. അതിന് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്നു. ഇതിൻ്റെ ആവശ്യമുണ്ടോ? അതായത് ഓർക്കണം, കോടിക്കണക്കിന് രൂപ ചെലവിട്ടാണ് ഈ പടം ഇറക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇറക്കിയ പടം മോശമാണെങ്കിൽ നമുക്ക് വിളിച്ച് പറയാം, പ്രശ്നമില്ല. ദിലീപിന്റെ ഇന്നലത്തെ പടം എന്ന് പറയുമ്പോൾ വേറെ ലെവൽ പടമാണ്, മികച്ച പടമാണ്. ആ പടത്തിന് വെറുതെ ഡീഗ്രേഡ് ഇടുന്നത് തെറ്റാണെന്ന് ഞാൻ പറയുകയാണ്. നിങ്ങൾ അത്രമേലുണ്ടെങ്കിൽ നിങ്ങൾ 150 രൂപ കൊടുത്ത് പടം കാണണ്ടെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ.